നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊഴിഞ്ഞുപോക്കുകൾ CPMന്റെ വോട്ടിംഗ് നിലയെ സാരമായി ബാധിക്കും. മുൻകാലത്ത് മോദി വിരുദ്ധ തരംഗത്തിൽ കേരളത്തിൽ നിന്നും സ്വരൂപിച്ച വോട്ടുകൾ അധികവും ലഭിച്ചത് ഇടതുമുന്നണിക്കായിരുന്നു. മോദിയെ ചൂണ്ടിക്കാട്ടി ജനങ്ങളിൽ ഭയമുണ്ടാക്കുന്ന പ്രചരണമായിരുന്നു അത് ഇക്കുറി ഉണ്ടാകില്ല എന്നതാണ് സൂചനകൾ. ശബരിമല വിഷയം ഹിന്ദുക്കളെ മാത്രമല്ല ചൊടിപ്പിച്ചിരിക്കുന്നതെന്നും വ്യക്തമാകുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അവലോകനം നടത്തുമ്പോൾ ക്രിസ്തീയ യുവാക്കളുടെ നിലപാടുകളിൽ വന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് കേരളത്തെ സംബന്ധിച്ച് ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു. അന്ന് മോദിക്കെതിരെ തീക്ഷ്ണമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. മോദിയെ ന്യൂനപക്ഷ വിരുദ്ധനായും കൊലയാളിയായും ക്രൂരനായും ഒക്കെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ അവതരിപ്പിച്ചത്. അതിനെ സാധൂകരിക്കാൻ നിരവധി അർത്ഥസത്യങ്ങളും കള്ളങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. ഇത് കേരളത്തിലെ ക്രിസ്ത്യാനി വിഭാഗത്തെ നന്നായി സ്വാധീനിച്ചിരുന്നു. തുടർന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് കുത്തൊഴുക്കുണ്ടായി. അത് 2016 വോട്ടാക്കി മാറ്റാൻ അന്ന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. ക്രിസ്ത്യൻ മേഖലകളിലെ ഇടതുപക്ഷത്തിന്റെ അട്ടിമറി വിജയങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിനെ ഒഴിച്ചു നിർത്തിയാൽ ഇടതുപക്ഷത്തിന്റെ തേരോട്ടമായിരുന്നു അത്. 5 വർഷത്തെ മോദി ഭരണം മോദിയെക്കുറിച്ചുള്ള അബദ്ധധാരണകൾ അപ്പാടെ മാറ്റിമറിച്ചു എന്ന് വേണം കരുതാൻ. ഇസ്രയേൽ എന്ന രാജ്യത്തെ ജനങ്ങൾക്ക് നെതന്യാഹു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന വ്യക്തി ഇന്ന് നരേന്ദ്രമോദിയാണ്. അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സമൂഹം ഇസ്രയേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു. അതിനു ചില പരമ്പരാഗത സാംസ്കാരിക കൊടുക്കൽ വാങ്ങലുകളുടെ കഥകൾ പറയാനുണ്ട്. വല്ലാതെ വേട്ടയാടപ്പെട്ട ഒരു സമൂഹമാണ് അവർ. മോദിക്കും അമേരിക്കയുമായി നല്ല ബന്ധമാണുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ വല്ലാതെ സ്നേഹിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലോക ജനതയെ കാർന്നു തിന്നുന്ന തീവ്രവാദ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ചുറ്റും നിന്നാണ് ഉയർന്നു വരുന്നതെന്ന് അവർക്കറിയാം. അതിനെ നാമാവശേഷമാക്കണമെങ്കിൽ ശക്തമായ ഒരു ഭരണാധികാരി ഇന്ത്യയിൽ വേണം. ഈ ചിന്ത ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ ഇടയിൽ വേരുറപ്പിച്ചിട്ടുണ്ട്. 5 വർഷത്തെ മോദി ഭരണം ഒരു ന്യൂനപക്ഷത്തിനും ഒരു പോറൽ പോലും ഏറ്റില്ല എന്നത് വാസ്തവമാണ്. കലാപങ്ങൾ ഒന്നും ഉണ്ടായില്ല. രാജ്യത്ത് അക്രമങ്ങളും ഉണ്ടായില്ല. മോദിയുടെ തുടക്കത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും മോദി ഭരണം ആക്രമിക്കുന്നു എന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇവ അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങളായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. ഇനി നീണ്ട നാളുകൾ കോൺഗ്രസിന് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വരുമെന്ന് വിമർശകർക്ക് പോലും അറിയാം. പിന്നെ തങ്ങളുടെ സ്വത്വം സംരക്ഷിക്കാനും ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റാനും എന്താണ് വഴിയെന്ന് ന്യായമായ ഒരു ചിന്ത അവരുടെ ഇടയിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. ഇടതുപക്ഷം അത്തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ പല നിലപാടുകളും നിരാശാപൂർണമാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന പള്ളി തർക്കങ്ങളിൽ ഒരു തുറന്ന നിലപാട് CPMനില്ല. ഗോവ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ പ്രദേശം BJPയുമായി നല്ല ബന്ധത്തിലാണ് ക്രിസ്തീയ സമൂഹങ്ങൾ. ക്രിസ്ത്യൻ രാജ്യങ്ങളുമായി കോൺഗ്രസ് പാർട്ടിയേക്കാൾ ബന്ധം BJPക്കുണ്ട്. ഇത്തരത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ രൂഢമൂലമായ ചിന്ത പതിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പതിവായുധം നഷ്ടപ്പെട്ട പടക്കളത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.